പണി കഴിഞ്ഞോടി? ആ എല്ലാരും റെഡിയായോ? തന്നെ ഉള്ളു. പണി കഴിഞ്ഞാ? പണി കഴിഞ്ഞു. കുളിക്കാൻ കയറുമായിരുന്നു. കുളിക്കാനോ? ഞാനൊന്നും കുളിച്ചിട്ടില്ല. കളിച്ചിട്ട് കുളിച്ചാ പോരെ? പസമായിട്ട് വരാം. ലേറ്റ് ഇട്ടതുകൊണ്ട് ഞാൻ വിചാരിച്ചത് കുളിച്ചിട്ട് ലേറ്റ് അപ്പടി തരണ്ടിക്കോ. ഏതെങ്കിലും പഴയത് പറഞ്ഞ എടുത്തിട്ട് നല്ലത് ഫോട്ടോയ്ക്ക് എടുക്കാതാ. ആ ഏതെങ്കിലും പഞ്ചായത്ത്. Good morning, Miss. Okay, so നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് HIS നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ആണ്. നമുക്ക് കുറച്ച് ഇൻട്രൊഡക്ഷൻ ഒക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലേ. അപ്പോ ചാപ്റ്റർ 9 മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസിന് കിട്ടുന്ന സംതൃപ്തി അല്ലെ, അവർ എത്രത്തോളം സംതൃപ്തരാണ് എന്നുള്ളതിന്റെ ഒരു ഉള്ളടക്കമാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അവരുടെ സാറ്റിസ്ഫാക്ഷൻ, അവരുടെ ക്ലയൻസ് എന്ന് പറയുന്നുണ്ട് പേഷ്യൻസിന്, അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് എന്നും ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. ഇന്നലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്, ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ comparative phenomenon which has been around since 1960s. About active research on the topic was started in late 1970s and early 1980s. Okay, patient satisfaction എന്ന് പറഞ്ഞാൽ ഈസ് എ കമ്പാരിറ്റീവ് ഫിനോമിനൻ. എന്താണ് കമ്പാരിറ്റീവ് ഫിനോമിനൻ എന്ന് പറഞ്ഞാല്? താരതമ്യേനയുള്ളൊരു പ്രതിഭാസമാണ്. ഓക്കെ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഒരു കമ്പാരിറ്റീവ് ഫിനോമിനൻ, താരതമ്യേനയുള്ള ഒരു പ്രതിഭാസമാണ്. അതുപോലെ തന്നെ വിച്ച് ഹാസ് ബീൻ അറൗണ്ട് സിൻസ് ദ 1960s, but active research on the topic was started in late 1970s and early 1980s. 1960-കളില് അത് മുതൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നിലവിലുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, 1960-കളുടെ ആരംഭത്തിൽ ആ ഇയേഴ്സില് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നിലവിലുണ്ട്. ഇനി എന്താ പറയുന്നത്? 1970-കളുടെ അവസാനത്തിലും 1980-കളുടെ തുടക്കത്തിലും ഈ വിഷയത്തില് സജീവമായ റിസർച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന വിഷയത്തില് 1970-കളുടെ അവസാനത്തിലും
1980-കളുടെ തുടക്കത്തിലും ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് ഗവേഷണങ്ങൾ ആരംഭിച്ചു. ഓക്കെ, അപ്പോ പിന്നെ നോക്കിയേ, this led to the substitution of the idea of quantity of life by the more patient-centered concept of quality of life. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് 1970-കളുടെ അവസാനത്തിലും 80 കാലഘട്ടങ്ങളുടെ ആരംഭത്തിലുമായിട്ട് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് ഗവേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അതോടുകൂടി വന്നൊരു കൺസെപ്റ്റ് ആയിരുന്നു ഇത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്നൊരു കൺസെപ്റ്റിലോട്ട് വന്നു. മനസ്സിലായോ? ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതത്തിന്റെ അളവ്. ഓക്കെ, അപ്പോ അത് ആ റിസർച്ചുകൾ ആരംഭിച്ച അത് സ്റ്റാർട്ട് ചെയ്തത് മുതൽ ആ കൺസെപ്റ്റ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്തായിട്ട് വന്നു? ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് ആയിരുന്നു, ജീവിതത്തിന്റെ അളവ്. പിന്നീട് എന്താണ്? കുറെ കൂടി നമുക്കറിയാം ഹോസ്പിറ്റൽസ് പേഷ്യന്റ് സെന്റേർഡ് ആയിട്ട് മാറി അല്ലെ, രോഗി കേന്ദ്രീകൃതമായിട്ട് ആ കൺസെപ്റ്റിലോട്ട് വന്നതോട് കൂടിയിട്ട് പിന്നെ ആ ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫിലോട്ട് വന്നു. ക്ലിയർ ആവുന്നുണ്ടോ? ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് ആയിരുന്നു, പിന്നീട് അത് എന്തായിട്ട് വന്നു? ക്വാളിറ്റി ഓഫ് ലൈഫിലോട്ട് വന്നു. ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാല് ജീവിത നിലവാരം. മനസ്സിലായോ? അപ്പോ ആ ഫസ്റ്റ് സെന്റൻസിന്റെ ആ പാരഗ്രാഫ്, ആ രണ്ട് സെന്റൻസുകളുടെ മീനിങ് മനസ്സിലായോ? ഫസ്റ്റ്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? താരതമ്യേനയുള്ളൊരു പ്രതിഭാസമാണ്. അത് 1960-കളുടെ കാലഘട്ടം മുതൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നിലവിലുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞത് എന്താണ്? 1970-കളുടെ അവസാനത്തിലും 80-കളുടെ തുടക്കത്തിലും ആരംഭത്തിലും ഏർലി സ്റ്റേജിലും എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനില് പല റിസർച്ചുകൾ നടത്തിയിരുന്നു. അതിനുശേഷം വന്ന കൺസെപ്റ്റ് ആയിരുന്നു എന്ത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്ന രീതിയിലോട്ട് വന്നു. എന്താണ്? ജീവിതത്തിന്റെ അളവ്, ക്വാണ്ടിറ്റി അളവാണ് അല്ലെ. ഇനി പിന്നീട് രോഗി കേന്ദ്രീകൃതമായിട്ട് ഹോസ്പിറ്റലുകൾ മാറി. അപ്പോ കൺസെപ്റ്റ് എന്തായിട്ട് വന്നു? ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിത നിലവാരം എന്ന കൺസെപ്റ്റിലോട്ട് വന്നു. ഓക്കെ, ഒന്ന് അണ്ടർലൈൻ ചെയ്തേ, ആ ഡേറ്റുകളും ഓർത്ത് വെക്കാം. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഓഫ് ലൈഫും ക്വാളിറ്റി ഓഫ് ലൈഫ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സെന്റൻസ് നോക്കാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻകോർപ്പറേറ്റ്സ് the patient's perceived requirements, his expectations from the health system and experience of health care. ഇവിടെ പറയുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻകോർപ്പറേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകോർപ്പറേറ്റ്സ് ഉൾക്കൊള്ളുക അല്ലെ. ഇൻകോർപ്പറേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളുക. എന്തൊക്കെയാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? പേഷ്യൻസ് പെർസീവ്ഡ് റിക്വയർമെന്റ്സ്, അവരുടെ ആവശ്യകതകൾ അല്ലെ, ആവശ്യങ്ങൾ. റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യകതകൾ. അതുപോലെ തന്നെ പിന്നെ എന്താണ്? ഹിസ് എക്സ്പെക്ടേഷൻസ് ഫ്രം ദ ഹെൽത്ത് സിസ്റ്റം. ഹിസ് എക്സ്പെക്ടേഷൻസ് എന്താണ്? പേഷ്യൻസിന് ഹോസ്പിറ്റലിലോട്ട് വരുമ്പോ എന്തുണ്ടാവും? കുറച്ച് പ്രതീക്ഷകളൊക്കെ ഉണ്ടാവും അല്ലെ. നല്ല രീതിയിൽ അവിടുത്തെ ആളുകൾ നല്ല രീതിയിൽ കെയർ തരണം, നല്ല രീതിയിൽ ബിഹേവ് ചെയ്യണം, നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി നമ്മളെ പ്രതീക്ഷിക്കുന്ന രീതിയിൽ വേണം എന്ത് ചെയ്യാനായിട്ട്? കെയർ നൽകാനായിട്ട് അല്ലെങ്കിൽ സർവീസ് നൽകാനായിട്ട്. അങ്ങനെയുള്ളൊരു എക്സ്പെക്ടേഷൻസ് അവർക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ്? ആ പേഷ്യൻസിന്റെ റിക്വയർമെന്റ്സുകള്, ആവശ്യകതകള്, അവരുടെ പ്രതീക്ഷകള്, അതുപോലെ തന്നെ എന്താണ്? ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ഹെൽത്ത് കെയർ. ഇനി എവിടെ എന്താണ്? ഇപ്പോ അഡ്മിറ്റ് ആയി കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഡിസ്ചാർജ് ആയി പോകുമ്പോൾ നല്ലൊരു അനുഭവത്തോട് കൂടിയിട്ട് വേണം പോവാൻ അല്ലെ. അവർ സാറ്റിസ്ഫൈഡ്, അവരെ സാറ്റിസ്ഫൈ ചെയ്യിച്ചിട്ട് വേണം പോവാനായിട്ട്. ഓരോ ഹോസ്പിറ്റലിൽ നിന്നും പേഷ്യൻസ് ഡിസ്ചാർജ് ആയി പോകുമ്പോ അല്ലെങ്കിൽ ഇപ്പോ OP-യിലായാലും OPD-യിൽ വന്ന് കണ്ടിട്ടുണ്ടെങ്കിലും എന്താണ്? ഓരോ രോഗിയും ഡോക്ടറെ വന്ന് കാണുമ്പോഴും അവര് സാറ്റിസ്ഫൈ ആകണം അല്ലെ, സംതൃപ്തിയോടെ വേണം മടങ്ങാനായിട്ട്. അപ്പൊ നല്ലൊരു രീതിയിലുള്ള ഒരു അനുഭവം ഹോസ്പിറ്റലുകളിൽ നിന്ന് ഓരോ പേഷ്യൻസിനും കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനിൽ അടങ്ങിയിരിക്കുന്ന 3 കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത്. എന്തൊക്കെയാണ്? പേഷ്യൻസ് പെർസീവ്ഡ് റിക്വയർമെന്റ്സ്, അവരുടെ ആവശ്യകതകൾ മനസ്സിലാക്കി നല്ല രീതിയിലുള്ള സർവീസ് കൊടുക്കാം, അവരുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള ഹെൽത്ത് കെയർ സിസ്റ്റം ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യുന്നത്, ഹെൽത്ത് കെയർ ആയിരിക്കണം
പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അവരുടെ അനുഭവങ്ങൾ നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നോക്കിയേ, മൾട്ടി ഡയമെൻഷണൽ കൺസെപ്റ്റ്. അപ്പൊ ഏതൊക്കെയാണ് മൾട്ടി ഡയമെൻഷണൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്? പറയാൻ പറ്റുമോ? ഏതൊക്കെയാണ്? നമ്മൾ ഇതിന് നേരത്തെ മുൻപ് ഇപ്പൊ പറഞ്ഞതാണ് 3 കാര്യങ്ങൾ. ഏതൊക്കെയാണ്? റിക്വയർമെന്റ്സ് ഉണ്ട്, എക്സ്പെക്ടേഷൻസ് ഉണ്ട്, പിന്നെ എന്താണ്? എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെ? അങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. This multi-dimensional concept consists of both medical and non-medical aspect of health care. Okay. അപ്പോ ഇങ്ങനെയുള്ള ഈ മൾട്ടി ഡയമെൻഷണൽ കൺസെപ്റ്റ് അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണ്? ബോത്ത് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ആസ്പെക്ട് ഓഫ് ഹെൽത്ത് കെയർ. മെഡിക്കൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നോൺ മെഡിക്കൽ ആസ്പെക്ട്സുകൾ എന്തൊക്കെയാവാം? നോൺ മെഡിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സുകൾ, പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന നോൺ മെഡിക്കൽ ആസ്പെക്ട്സുകൾ. എക്സാമ്പിൾസ് പറയാൻ പറ്റുമോ? ബിഹേവിയർ, പിന്നെ ബിഹേവിയർ മാത്രമുള്ളോ? നമുക്കൊന്ന് ആലോചിച്ച് നോക്കി. മെഡിക്കൽ ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ നോൺ മെഡിക്കൽ ആസ്പെക്ട്സ്, ക്ലീൻലിനെസ്. ഓക്കെ, വെരി ഗുഡ്. അവയർനെസ്. ഓക്കെ, പ്രൈസ്. ഓക്കെ, ഇനി ഏതൊക്കെ വരും? സഹകരണം, ഹോസ്പിറ്റൽ ഫുഡ്സ് അല്ലെ, ക്യാൻറ്റീനുമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. ഓക്കെ, അപ്പോ നോൺ മെഡിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹൗസ് കീപ്പിംഗ് സർവീസുകൾ അല്ലേ, അതുപോലെ തന്നെ ക്യാൻറ്റീൻ സർവീസുകൾ അല്ലെ. ഇതൊക്കെയാണ് നോൺ മെഡിക്കൽ. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചേർത്തിട്ട് അവിടെ എക്സാമ്പിൾ ആയിട്ട് ജസ്റ്റ് എഴുതി വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ എന്തൊക്കെയാണ് ഈ 3 മൾട്ടി ഡയമെൻഷണൽ കൺസെപ്റ്റ് അടങ്ങിയിരിക്കുന്ന 2 കാര്യങ്ങളാണ്? മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നോൺ മെഡിക്കൽ ആസ്പെക്ട്സുകളും. മെഡിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നോൺ മെഡിക്കൽ ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ക്യാൻറ്റീൻ, അതുപോലെ അഡ്മിനിസ്ട്രേഷൻ ഏരിയാസ്, അതുപോലെ തന്നെ എന്താണ് പിന്നെ ഹൗസ് കീപ്പിംഗ് സർവീസുകൾ. ഇതൊക്കെ നോൺ മെഡിക്കൽ ആസ്പെക്ട്സിൽ വരുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് മൾട്ടി ഡയമെൻഷണൽ കൺസെപ്റ്റില് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ എന്താ പറഞ്ഞത്? ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പാരിറ്റീവ് ഫിനോമിനൻ ആണ്, താരതമ്യേനയുള്ള പ്രതിഭാസമാണ്. ഇനി ഈ പ്രതിഭാസം അല്ലെ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞ ആ പ്രതിഭാസം നിലവിൽ വന്നത് അല്ലെ 1960 കാലഘട്ടത്താണ്. അതുപോലെ തന്നെ 1970കളുടെ അവസാനത്തിലും 80കളുടെ ആരംഭത്തിലും ഇതിനെക്കുറിച്ച് കുറച്ച് ഗവേഷണങ്ങൾ നടത്തിയിരുന്നു. പിന്നീട് വന്ന കൺസെപ്റ്റ് ആണ് എന്ത്? ക്വാളിറ്റി ഓഫ് ലൈഫ്. പിന്നീട് ഹോസ്പിറ്റലുകൾ പേഷ്യന്റ് സെന്റേഴ്സ് ആയിട്ട് മാറി. അതിന് ശേഷം വന്ന കൺസെപ്റ്റ് ആയിരുന്നു ക്വാണ്ടിറ്റി ഓഫ് ലൈഫിൽ നിന്ന് ക്വാളിറ്റി ഓഫ് ലൈഫിലോട്ട് വന്നു അല്ലെ, ജീവിത നിലവാരത്തിലോട്ട് വന്നു. അതുപോലെ തന്നെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനില് ഇൻകോർപ്പറേറ്റ്സ് എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പേഷ്യൻസിന്റെ റിക്വയർമെന്റ്സ്, എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ അവരുടെ എക്സ്പെക്ടേഷൻസ്. ഇതൊക്കെയാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള 3 കാര്യങ്ങളായിട്ട് പറയുന്നത്. അതിനെയാണ് നമ്മൾ പറഞ്ഞത് മൾട്ടി ഡയമെൻഷണൽ കൺസെപ്റ്റ് എന്ന്. ഈ കൺസെപ്റ്റില് കൺസിസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ, ബോത്ത് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ആസ്പെക്ട്സ്. ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങളും അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും, അതുപോലെ തന്നെ നോൺ മെഡിക്കൽ അല്ലെ, ചികിത്സാപരമായിട്ട് ഇല്ലാത്ത എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഹൗസ് കീപ്പിംഗ് സർവീസുകൾ, അതുപോലെ തന്നെ ക്യാൻറ്റീൻ, അങ്ങനെയുള്ള സർവീസുകളാണ് നോൺ മെഡിക്കൽ ആസ്പെക്ട്സിൽ വരുന്നത്. ഓക്കെ, പാരഗ്രാഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ.
അടിച്ചു നോക്കാം കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ വൈഡ് patient satisfaction is a measure of the extent how which a patient is satisfied with the health care which they got from their health care provider. നമുക്കറിയാം എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് എങ്ങനെ അളക്കാൻ പറ്റും? എന്താണ് നമ്മള് രോഗികള് ആരെയാണ് ഹോസ്പിറ്റലിൽ വന്ന് കാണുന്നത്? ഡോക്ടേഴ്സിനെ അല്ലെ. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിൽ നിന്നും ലഭിക്കുന്ന ഹെൽത്ത് കെയറില് പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് അളക്കുന്നതാണ് ഇത് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. കൺസെപ്റ്റ് കിട്ടിയോ? വളഞ്ഞു മൂക്ക് പിടിക്കുന്ന രീതിയാണ് ഇത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ലൈനിലും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് വരുന്നത്. അത് കേൾക്കുമ്പോൾ ബോറടിക്കും. എന്നാലും നമുക്ക് എന്താണ് പഠിപ്പിക്കാനും അതുപോലെ തന്നെ പഠിക്കാനും അല്ലെ പഠിക്കണം. നിർബന്ധമായിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ എന്താണ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിൽ നിന്ന് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എങ്ങനെ നമുക്ക് അളക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും? ഹെൽത്ത് കെയർ പ്രൊവൈഡറിൽ നിന്ന് പേഷ്യൻസിന് കിട്ടുന്ന ഹെൽത്ത് കെയർ, ആ ഹെൽത്ത് കെയറിൽ അവര് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് അളക്കുന്നതാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ. Patient satisfaction is concerned with how patient assess the quality of their healthcare experience. ഇനി എങ്ങനെയാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്? പേഷ്യൻസിന് തന്നെ മെഷർ ചെയ്യാൻ പറ്റും അല്ലെ? എങ്ങനെയാണ് മെഷർ ചെയ്യാൻ പറ്റുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ വിലയിരുത്തുന്നത്? അവർക്ക് തന്നെ വിലയിരുത്താനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. അതെങ്ങനെ പറ്റും? പറയാൻ പറ്റുമോ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അവർ സംതൃപ്തരാണ് എന്ന് അവർക്ക് തന്നെ വിലയിരുത്താനായിട്ട് എങ്ങനെ പറ്റുന്നുണ്ട്? വെരി ഗുഡ്. എന്താണ് അവർക്ക് കിട്ടുന്ന നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസിലൂടെ അല്ലെ, അനുഭവങ്ങളിലൂടെയാണ് അവരെന്ത് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ഈ സംതൃപ്തി സാറ്റിസ്ഫാക്ഷൻ വിലയിരുത്തുന്നത്. അവർക്ക് തന്നെ എന്താണ് വിലയിരുത്താനായിട്ട് അക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. It is increasingly being evaluated in surveys of healthcare settings such as a maker of quality of care, together with the other dimensions of quality like access, relevance of requirements, effectiveness and efficiency. ഇനി അതുപോലെ തന്നെ നമ്മള് എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യാൻ പറ്റുന്ന വേറൊരു വഴിയാണ് എന്തെന്ന് പറയുന്നത്? സർവേ നടത്താറുണ്ട് അല്ലെ പേഷ്യൻസിനോട് ഇല്ലേ? സർവേ ചെയ്യിക്കാറുണ്ട് നമ്മൾ ഹോസ്പിറ്റലുകളിൽ. സർവേസ് ഇല്ലേ? ഫീഡ്ബാക്ക് നമ്മൾ കളക്ട് ചെയ്യാറുണ്ട്. അതും എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അളക്കാൻ പറ്റുന്ന, വിലയിരുത്താൻ പറ്റുന്ന മറ്റു രീതിയാണ്. ഓക്കെ. അതിലൂടെ എന്താണ് അവർക്ക് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അവർക്ക് എന്തെങ്കിലും ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന സർവീസിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ ഈ സർവേയിലൂടെ അവർ തരുന്ന ഫീഡ്ബാക്കിലൂടെ നമുക്ക് അറിയാനായിട്ട് പറ്റും. മനസ്സിലായോ? ഓക്കെ. അപ്പൊ എന്താണ് നമുക്ക് പാരഗ്രാഫിൽ പറഞ്ഞത്? ഇത്രയും കാര്യങ്ങളാണ്. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഒരു എങ്ങനെയാണ് പേഷ്യൻസ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഹെൽത്ത് കെയറിൽ നിന്ന് അവരെ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്ന് നമുക്ക് അളക്കാനായിട്ട് പറ്റും. അതാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാല് അവർക്ക് കിട്ടുന്ന പേഷ്യൻസിന് കിട്ടുന്ന അനുഭവത്തിൽ നിന്ന് അവര് തന്നെ അസസ് ചെയ്യുന്നതാണ് അല്ലെ, വിലയിരുത്തുന്നതാണ്. അതുപോലെ തന്നെ എന്താണ് വേറൊരു കാര്യം കൂടി പറഞ്ഞു, സർവേയിലൂടെ നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അവർ എത്രത്തോളം ആ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്ന സർവീസ് അവർ എത്രത്തോളം സംതൃപ്തരാണ് എന്ന് അളക്കാനായിട്ടും സർവേയിലൂടെ പറ്റുന്നുണ്ട്. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ വൈറ്റൽ മെട്രിക് ടു സ്കെയിൽ ഓവർഓൾ ഹെൽത്ത് കെയർ ക്വാളിറ്റി. അണ്ടർലൈൻ ചെയ്തേ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വൈറ്റൽ മെട്രിക്സ് ആണ്. വൈറ്റൽ അല്ലെ, എന്താണ് ഓവറോൾ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിന്റെ ഹെൽത്ത് കെയർ ക്വാളിറ്റി അളക്കുന്ന അളവുകോല് അല്ലെ.
മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അളവുകോൽ അല്ലെ? ആ അളവുകോലാണ് എന്ത് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഓവറോൾ ആയിട്ട് ഒരു ഹോസ്പിറ്റലില് ഹെൽത്ത് കെയർ, ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഹെൽത്ത് കെയറിന്റെ ആ ക്വാളിറ്റി അളക്കുന്നതിനുള്ള അളവുകോലാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ ആ സെന്റൻസ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ vital metrics to scale overall health care quality. ഓക്കെ, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഓവറോൾ ആയിട്ട് കൊടുക്കുന്ന ആ സർവീസില് ആ ഹെൽത്ത് കെയർ ക്വാളിറ്റി അളക്കുന്ന ഒരു അളവുകോലിനെയാണ് നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അല്ലെ? നമുക്ക് അളക്കാൻ പറ്റും. അപ്പൊ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസുകൾ, പല സർവീസുകളും അല്ലെ, പല ഡിപ്പാർട്ട്മെന്റിലും പല സർവീസുകൾ കൊടുക്കുന്നുണ്ട്. കാന്റീൻ സർവീസുകള്, നോൺ മെഡിക്കൽ ആയിട്ടുള്ള ആസ്പെക്റ്റുകള്, അങ്ങനെ എല്ലാ സർവീസിലും നമ്മൾ അവർ സംതൃപ്തരാണോ എന്ന് അളക്കാൻ പറ്റുന്ന ഒരു അളവുകോലാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ അവർക്ക് അത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് അല്ലെ? ഓക്കെ, with the help of a patient satisfaction surveys, continuous measuring of patient satisfaction and enhancing patient experience can be achieved. ഇവിടെ പറയുന്നത് എന്താണ്? ഇങ്ങനെ ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സർവേ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ അസസ് ചെയ്യാനായിട്ട്, അളക്കാനായിട്ട്, വിലയിരുത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അല്ലെ? ഇങ്ങനെയുള്ള ഈ സർവേ നടത്തുന്നതിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന, പേഷ്യൻസിന് കിട്ടുന്ന എക്സ്പീരിയൻസ് നമുക്ക് നല്ല രീതിയിലുള്ള കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സർവേയിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കിയിട്ട് അത് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തിലൂടെ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ. അപ്പൊ ആ പാരഗ്രാഫിലെ ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്യാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ വൈറ്റൽ മെട്രിക്സ് ടു സ്കെയിൽ ഓവറോൾ ഹെൽത്ത് കെയർ ക്വാളിറ്റി. ഇനി എന്താണ്? ഇറ്റ് ഈസ് എ വാല്യുബിൾ ടൂൾ. ഇനി എന്തിനെയാണ് നമ്മൾ വാല്യുബിൾ ടൂൾ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ വാല്യുബിൾ ടൂൾ ടു ക്യാച്ച് പേഷ്യന്റ് ഫീഡ്ബാക്ക് വിത്തൗട്ട് മച്ച് എഫേർട്ട്. എന്തിനെ ആണ് നമ്മൾ വാല്യുബിൾ ടൂൾ എന്ന് പറയാൻ പറ്റുക? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തിനെയാണ് നമ്മൾ വാല്യുബിൾ ടൂൾ എന്ന് പറയുന്നത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാല്യുബിൾ ടൂൾ എന്തായിരിക്കും? പറയാൻ പറ്റുമോ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അളക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ടൂൾ എന്തായിരിക്കാം? ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് എന്തിൽ നിന്നാണ് കിട്ടുന്നത്? എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ കിട്ടുന്ന ഫീഡ്ബാക്കിലൂടെയാണ് അല്ലെ? അപ്പോ നമുക്ക് പറയാൻ പറ്റും ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ടൂൾ എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ടൂൾ ആണ് എന്ത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓർത്ത് വെക്കണം കേട്ടോ. ഇനി എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ വാസ് evaluated by the questionnaire developed with the patients, which gathered information about the time spent at appointment, travel cost and perception of quality of services. ഇനി പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നമുക്കറിയാം ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ടൂളിൽ നിന്നാണ് അല്ലെ നമ്മൾ എടുക്കുന്നത്, അവരുടെ ഫീഡ്ബാക്ക് വഴി. അപ്പൊ എന്താണ്? നമുക്ക് എന്താണ്? അപ്പോയിന്റ്മെന്റ്സ്, ട്രാവൽ കോസ്റ്റുകള്, അതുപോലെ അവിടെ കൊടുക്കുന്ന ക്വാളിറ്റി ഉള്ള സർവീസുകള്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ്? ചില ക്വസ്റ്റ്യനെയേഴ്സിലൂടെ അല്ലെ? നമുക്കറിയാം പല പല ക്വസ്റ്റ്യനെയേഴ്സ് ഉണ്ടാവും സർവേയിൽ അല്ലെ? നമുക്കറിയാം ഇപ്പൊ ഹെൽത്തിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ട് സർവേ ചെയ്യാറുണ്ട് ഇല്ലേ? ആശാ വർക്കേഴ്സ്, അതുപോലെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ട് നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ട് സർവേ ചെയ്യാറുണ്ട്. അവര് ചോദിക്കുന്നത് എന്താണ്? പല ഇപ്പോ പനി ഇപ്പോ തുടർന്ന് ഇങ്ങനെ പടർന്ന് പിടിക്കുന്ന കാലഘട്ടത്തിലൊക്കെ അവര് നോക്കാറുണ്ട്, നമ്മുടെ പരിസരങ്ങള് നോക്കാറുണ്ട്, കുറെ അവയർനെസ് നമുക്ക് തരാറുണ്ട് അല്ലെ? അങ്ങനെ പല
സർവീസ് അവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ പല ക്വസ്റ്റ്യൻസുകൾക്ക് എന്ത് കണ്ടെത്തുന്നുണ്ട്, ആൻസേഴ്സുകള് പേഷ്യൻസിൽ നിന്ന് കിട്ടുമ്പോ അവരിൽ നിന്ന് ആ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരുടെ പേഷ്യൻസ് സാറ്റിസ്ഫാക്ഷൻ, അവർക്ക് കിട്ടുന്ന സംതൃപ്തി എത്രത്തോളം ഉണ്ട് എന്ന് അളക്കാനായിട്ട് ഈ ക്വസ്റ്റ്യൻസ് വഴി സഹായിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? പറഞ്ഞില്ലേ ഓരോ പാരഗ്രാഫും സാറ്റിസ്ഫാക്ഷൻ ആണ്. ഓക്കെ, ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്യാട്ടോ. ഇനി patient satisfaction survey are a vital way to scale how your patients feel about their experience with your practice. Satisfied patients are more probable to recommend your practice to others, and they are also less probable to file complaints. അപ്പൊ എന്താണ് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിൽ നിന്ന് നമുക്ക് എത്രത്തോളം അവര് സംതൃപ്തരാണ്, അവരുടെ ഫീലിംഗ് അല്ലെ, അവരുടെ എക്സ്പീരിയൻസിലൂടെ നമുക്ക് ഈ സർവേസിലൂടെ നമുക്ക് അനുഭവങ്ങൾ വഴി നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, എന്താണ് ഫീഡ്ബാക്കുകൾ കിട്ടി നമുക്ക് ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയാസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലെ. അതാണ് അവിടെ പറയുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ are a vital way to scale how the patient feel about their experience with your practice. അതുപോലെ തന്നെ പേഷ്യൻസ് എന്താണ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അല്ലെ, നമുക്കറിയാം നിങ്ങളിപ്പോ ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകും. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ പോകും. അല്ലെങ്കിൽ ഇപ്പൊ ജലദോഷം വന്നു കഴിഞ്ഞാൽ വേറെ ഹോസ്പിറ്റലിൽ പോകും. അങ്ങനെയാണോ ചെയ്യാറ്? അങ്ങനെയാണോ ചെയ്യുന്നത്? അല്ല, നമ്മൾ സ്ഥിരം കാണിക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണല്ലേ പോകുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് അറിയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള സ്ഥിരം ആയിട്ട് കാണിക്കുന്ന ഹോസ്പിറ്റലുകളിൽ പോകുന്നത്? അവിടുത്തെ എക്സ്പീരിയൻസ്, ക്വാളിറ്റി ഓഫ് കെയർ കാരണം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നിടത്താണല്ലേ നമ്മൾ പോകുന്നത് അല്ലെ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ അവിടുത്തെ ഡോക്ടേഴ്സിന് അറിയാൻ പറ്റും. സ്ഥിരം നമ്മൾ കാണിക്കുന്നത് കൊണ്ട് തന്നെ ഏതൊക്കെ അസുഖങ്ങളാണ് അല്ലെങ്കിൽ ഏതൊക്കെ മെഡിസിൻസ് ആണ് ഇവർക്ക് യോജിച്ചത്, എന്തെങ്കിലും അലർജീസ് ഉണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് അവർക്ക് അറിയാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളിലാണ് നമ്മൾ സ്ഥിരം പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സ്ഥിരം കാണിക്കുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ്, നിങ്ങൾ തന്നെ പറഞ്ഞതാണ്, എക്സ്പീരിയൻസ് നല്ല സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മറ്റു പലരോടും നമ്മൾ പോയി പറയും അല്ലെ, ഇല്ലേ? നമ്മുടെ നൈബേഴ്സിനോട്, നമ്മുടെ കസിൻസിനോട്, റിലേറ്റീവ്സിനോട് നമ്മൾ പോയി പറയും, ആ ഹോസ്പിറ്റൽ നല്ലതാണ് കേട്ടോ, നല്ല ഡോക്ടേഴ്സ് ഉണ്ട്, നല്ല ടെക്നോളജിയാണ്, നല്ല സർവീസ് ആണ് അവിടെ നിന്ന് കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ അവര് പെരുമാറ്റം, ഇല്ലേ? ഇപ്പൊ സിസ്റ്റേഴ്സ്മാരുടെ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അങ്കമാലിയിലെ LF ഇല്ലേ, അങ്കമാലിയിലെ LF ഏറ്റവും എന്താണ് കീർത്തി കേട്ടൊരു ഹോസ്പിറ്റലാണ് അല്ലെ. കേട്ടിട്ടുണ്ടാവും നിങ്ങള് LF? അങ്കമാലിയില് ഉള്ളത്. ഓക്കെ, അവിടെ എന്താണ് അവിടെ ഉള്ള സിസ്റ്റേഴ്സ് ആയിട്ടുണ്ടെങ്കിലും എന്താണ് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റർ നമ്മുടെ ഒപ്പം വന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നമുക്ക് തരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സർവീസ്, നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റം ഓരോ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുമ്പോൾ നമ്മള് മറ്റുള്ളവരോട് പറയും, അവര് നൽകുന്ന ബിഹേവിയർ, അതുപോലെ അവരുടെ പെരുമാറ്റ രീതികള്. ചില ഹോസ്പിറ്റലിലൊക്കെ പോയാൽ കാണാൻ പറ്റും എന്താണ് അവര് ഒട്ടും നമ്മള് മിസ്ബിഹേവ് ചെയ്യുന്നത് അല്ലെ, നല്ല രീതിയിലുള്ള പെരുമാറ്റമല്ല. ഇപ്പോ അപ്പോയിന്റ്മെന്റ് എടുത്ത് കഴിഞ്ഞ് ഡോക്ടറെ കാണാനിരിക്കുന്ന ഒരു ഇപ്പൊ ഇന്നലെ എന്റെ വീട്ടിൽ അടുത്തൊരു ചേച്ചി വന്നിട്ട് പറഞ്ഞു, അപ്പൊ അവരുടെ മോൾക്ക് ഓപ്പറേഷൻ ആണ്, സർജറി ഉണ്ട്, വീട്ടില് ദശ വളർന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അപ്പൊ സർജറി ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോ അവരെ കാണിക്കുന്ന ഡോക്ടർ ഈ പറവൂരുള്ള ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ലിറ്റിൽ ഫ്ലവറിൽ LF ഇരിക്കുന്നുണ്ട്. അപ്പോ ഡോൺ ബോസ്കോയിൽ പോയിട്ട് സർജറി ചെയ്യാനായിട്ട് വന്നപ്പോ ഇവര് ഡോക്ടറെ കാണാൻ നിൽക്കുന്നുണ്ട്. അപ്പോ എന്താണ് അവിടെ അവർക്ക് മുമ്പും ഒരു അപ്പൂപ്പനും അമ്മയും വന്നിട്ടുണ്ട്, പ്രായമായവരാണ്, അവര് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇവര് വന്നത്. അപ്പോ ആ നേഴ്സ് എന്ത് ചെയ്തു, വേറൊരു
വൈഫും ഹസ്ബൻഡും വന്നപ്പോ അവരെ ഡോക്ടറെ കാണാനായിട്ട് കയറ്റി. അപ്പൊ എന്താണ്, അപ്പോയിന്റ്മെന്റ് എടുത്ത് രണ്ടുപേര് നിൽക്കുന്നുണ്ട്. പക്ഷെ എന്താണ്, അവർക്ക് പരിചയമുള്ള ആൾക്കാർ വന്നപ്പോ എന്ത് ചെയ്യുന്നു, അവരെ കയറ്റിയില്ലേ. അപ്പൊ ഈ ചേച്ചിയുടെ ഹസ്ബൻഡ് ചോദിച്ചു, എന്താണ് അങ്ങനെ ചെയ്യുന്നത്, ഞങ്ങള് നിൽക്കുന്നത് കുഴപ്പമില്ല, പക്ഷെ പ്രായമായവരാണ്, ഞങ്ങൾക്ക് മുമ്പ് വന്നവരാണ്, അതെന്താണ് നിങ്ങൾ അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പൊ എന്താണ്, അവിടെ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഒരു ഇഷ്യൂസ് ഒക്കെ ആയി. അപ്പോ അവിടെ അവര് പറഞ്ഞു, എന്താണ്, നിങ്ങൾ ഇപ്പോ ഡോക്ടറെ ഞങ്ങൾ നോക്കട്ടെ, സർജറി നോക്കട്ടെ, ഞാൻ പറയാം, അങ്ങനെയൊക്കെയാണ് ഡോക്ടർ വന്നിട്ട് പറഞ്ഞത്. അപ്പൊ എന്താണ്, അവർക്ക് പരിചയമുള്ള ആളുകളെയൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, എന്താണ് കൺസിഡർ ചെയ്യുന്നുണ്ട് അല്ലെ. അങ്ങനെയും ഹോസ്പിറ്റലുകളില് കുറെ ഇഷ്യൂസുകള്, കുറെ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. മിസ്ബിഹേവിയർ അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് OPD-യിലൊക്കെ പഠിച്ചിട്ടില്ലേ, ഓർക്കുന്നുണ്ടോ? അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഒക്കെ, അപ്പോയിന്റ്മെന്റുകളൊക്കെ എടുത്തിട്ട് അവരെ കാണിക്കാതെ അല്ലെങ്കിൽ അവര് വരുമ്പോ മറ്റുള്ളവരെ കയറ്റുന്നതൊക്കെ ഒരു പ്രശ്നം, പല പ്രശ്നങ്ങളും പല ഹോസ്പിറ്റലുകളിൽ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് എന്താ ഞാൻ പറഞ്ഞു വന്നത്, എന്തായിരുന്നു, മാറിപ്പോയല്ലോ, എന്തായിരുന്നു ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. അപ്പൊ അവരെ സാറ്റിസ്ഫൈ ചെയ്യിക്കാനായിട്ട് അല്ലെ, അവര് നല്ല രീതിയിൽ കസ്റ്റമേഴ്സിന്റെ സംതൃപ്തി അല്ലെങ്കിൽ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. പേഷ്യൻസ്, ഞാൻ പറഞ്ഞത് ഇതാണ്, പേഷ്യൻസ് നല്ല രീതിയിലുള്ള സാറ്റിസ്ഫൈഡ് ആണ് ഹോസ്പിറ്റലുകളിൽ നിന്ന് കിട്ടുന്ന കെയറുമായിട്ട് ബന്ധപ്പെട്ട്. അവർ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ പോയിട്ട് ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും കസിൻസിനോടും നൈബേഴ്സിനോടും ഒക്കെ പറയും അല്ലെ, നമുക്ക് നല്ല സർവീസ് ആണ് ലഭിക്കുന്നത്, നല്ല ടെക്നോളജി ഉണ്ട്, നമ്മൾ മറ്റുള്ളവരോട് പറയും. അപ്പോ അങ്ങനെയുള്ള അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, അവരും ഈ ഹോസ്പിറ്റലിലോട്ട് വരാനായിട്ട് ഇടവരും ഇല്ലേ. അവരും ഇത് ചെയ്യുന്നുണ്ട്, നമ്മൾ പറഞ്ഞ ആ എക്സ്പീരിയൻസ് ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് നമ്മൾ എല്ലാവരും നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് വരാനായിട്ട് ഇടവരുന്നുണ്ട് അല്ലെ. അങ്ങനെ അവർക്ക് എന്തുണ്ടാകുന്നുണ്ട്, നല്ല രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ അവർക്ക് എന്താണ്, അവരുടെ സ്ഥലപ്പേര് സമൂഹത്തിൽ വളരാനായിട്ട് ഇടവരും. അതുപോലെ തന്നെ കുറെ രോഗികൾ ഹോസ്പിറ്റലിലോട്ട് വരുമ്പോ പ്രോഫിറ്റ് ഉണ്ടാവും ഇല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ല, പ്രോഫിറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലെ. പ്രോഫിറ്റിന് ചാൻസ് അല്ല, പ്രോഫിറ്റ് ഉണ്ടാകും. ഓക്കെ, ഇപ്പോഴുള്ള ഹോസ്പിറ്റൽസ് എന്താണ്, കുറെ അധികം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് അല്ലെ. അവരൊക്കെ എന്താണ്, ഓരോ ഹോസ്പിറ്റലും മുൻപന്തിയിൽ നിൽക്കാനായിട്ടാണ് നോക്കുന്നത് അല്ലെ. സർവീസുകളായിട്ടുണ്ടെങ്കിലും കെയർ കൊടുക്കുന്നതായാലും അതുപോലെ തന്നെ അതനുസരിച്ചിട്ട് എന്താണ്, നല്ല രീതിയിൽ സർവീസ് കൊടുക്കുമ്പോ ചാർജ് അല്ലെ, ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. സ്കാനിങ്ങിന് തന്നെ എത്ര കാശ് ആവുന്നുണ്ട് അല്ലെ, എത്ര ക്യാഷ് നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടതുണ്ട്. വളരെ എന്താണ്, സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന അത്രയും, താങ്ങാൻ പറ്റാത്ത അത്രയുമുള്ള ചാർജുകളാണ് അല്ലെ. സാധാരണക്കാരനൊന്നും നമുക്ക് ചിലപ്പോൾ പോവാൻ പറ്റില്ല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ. ഹോസ്പിറ്റലൊക്കെ ഭയങ്കര ചാർജാണ്. അതുപോലെ തന്നെ ഇപ്പോ അങ്ങനെ പല ഹോസ്പിറ്റലുകളിലും എന്താണ്, പല സർവീസ് ചാർജുകളായാലും സാധാരണക്കാരൻ താങ്ങാൻ പറ്റുന്ന രീതിയിൽ അല്ല അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അപ്പോ ഓരോ ഹോസ്പിറ്റലും കൊടുക്കുന്ന സർവീസ് എന്ന് പറയുന്നത് സാധാരണക്കാരനായിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ മറ്റു പല ആളുകൾക്കായിട്ടുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കണം കൊടുക്കുന്നത്. അപ്പോഴാണ് അവർക്ക് നല്ല രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയുള്ളൂ. അവര് പോയിട്ട് മറ്റു പലരോട് പറഞ്ഞ് പല ആളുകളും ഈ ഹോസ്പിറ്റലിലോട്ട് വരാനായിട്ട് വരും. അതുപോലെ തന്നെ എന്താണ്, അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൽ ആ ഹോസ്പിറ്റല് ഏറ്റവും മുൻപന്തിയിൽ അല്ലെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലായിട്ട് മാറുകയും അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ടും ചാൻസ്. Patient satisfaction is considered as one of the most important parameter of quality. ഇനി പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, പാരാമീറ്റർ എന്താണ്, പാരാമീറ്റർ അളവുകോല്. ഓക്കെ, അളവുകോല്. ഓക്കെ, ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ ക്വാളിറ്റിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം അല്ലെങ്കിൽ പാരാമീറ്റർ അല്ലെങ്കിൽ എന്താണ്, ഒരു അളവുകോലായിട്ടാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ കൺസിഡർ ചെയ്യുന്നത് അല്ലെ, കണക്കാക്കുന്നത്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് കൺസിഡേർഡ്
one of the most important parameters of quality. Underline cheyato. Patient satisfaction is considered as one of the most important parameters of quality. ഘടകമായിട്ട് ക്വാളിറ്റിയുടെ ഒരു ഇമ്പോർട്ടന്റ് പാരാമീറ്റർ ആയിട്ടാണ് patient satisfaction കൺസിഡർ ചെയ്യുന്നത്. The measure of patient satisfaction in an important tool for research, administration and planning. അപ്പൊ എന്താണ് patient satisfaction എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ ഗുണനിലവാരത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വസ്തുതയാണ് അല്ലെ. എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂൾസിൽ വരുന്നത്? റിസർച്ചിന് വേണ്ടിയിട്ട്, അതുപോലെ അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ പല പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും patient satisfaction നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂൾ ആണ്. ഇതിനൊക്കെയാണ് റിസർച്ചിന്, അഡ്മിനിസ്ട്രേഷന്, അതുപോലെ തന്നെ പ്ലാനിങ്ങിന് അല്ലെ, പ്ലാനിംഗ് പരമായിട്ടുള്ള കാര്യങ്ങൾക്കും ഈ patient satisfaction കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, അങ്ങനെ ഒരു 5 പോയിന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അതിന്റെ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി എടുത്താൽ മതി. നമുക്ക് നോക്കാം. ഓക്കെ, ഇത്രയും ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. പാരഗ്രാഫുകൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഫസ്റ്റ് പോയിന്റ് ആണ് ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ. ക്ലയന്റ് ആരാണ്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേഷ്യൻസിനെ എന്തൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? ക്ലയന്റ് എന്ന് പറയുന്നത്, അതുപോലെ കസ്റ്റമർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പേഷ്യൻസിനെയാണ് ക്ലയന്റ് എന്ന് പറയുന്നത്, ഓർത്ത് വെക്കാം. ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ ഡിസീവ് index of ascertaining the quality services and the way in which they are giving by medical staff. അപ്പൊ എന്താണ് പറയുന്നത്? ഈ ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഡിസിസീവ് ഇൻഡെക്സ്. എന്താണ് ഡിസിസീവ് എന്ന് പറഞ്ഞാല്? നിർണയിക്കുന്ന. ഡിസിസീവ് എന്ന് പറഞ്ഞാല് നിർണയിക്കുന്ന. Decisive index for ascertaining the quality services and the way in which
they are given by the medical staff. Medical staff അവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. മെഡിക്കൽ സ്റ്റാഫ് അവർക്ക് കൊടുക്കുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണത്തിന്റെ സേവനങ്ങളുടെ ക്വാളിറ്റി തീരുമാനിക്കുന്നതിന് പറയാം മെഡിക്കൽ സ്റ്റാഫുകള് പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണത്തിന്റെ ക്വാളിറ്റി നിർണയിക്കുന്നതിന് വേണ്ടിയിട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണെന്നാണ് പറയുന്നത്. എന്താ പറഞ്ഞത്? മെഡിക്കൽ സ്റ്റാഫുകള് പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണത്തിന്റെയും സേവനങ്ങളുടെയും ക്വാളിറ്റി തീരുമാനിക്കുന്നതിന് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ്, ഒരു നിർണായക ഘടകമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ആരിൽ നിന്നൊക്കെയാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ പേഷ്യൻസിന് കിട്ടുന്നതെന്നാണ് താഴെ കൊടുത്തിരിക്കുന്ന പോയിന്റ് നോക്കാം. സാറ്റിസ്ഫാക്ഷൻ വിത്ത് ദ ഫിസിഷ്യൻ. ഫിസിഷ്യൻ ആരാണ്? ഡോക്ടേഴ്സ് ആണ് അല്ലെ, ഡോക്ടർമാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ നേഴ്സ് അല്ലെ, നമുക്ക് നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ പഠിച്ചല്ലേ, പല പല ഡിപ്പാർട്ട്മെന്റില് സ്റ്റാഫ് നേഴ്സ്, സൂപ്പറിൻറ്റൻഡന്റ് അല്ലെ, അപ്പൊ അങ്ങനെ പല പല നേഴ്സുമാരുണ്ട് അല്ലെ, നേഴ്സുമാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി എക്യുപ്മെന്റ്സുകൾ, നമ്മള് സർവീസുകൾ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പല പല എക്യുപ്മെന്റ്സിന്റെ ആവശ്യം പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. 6 രജിസ്റ്റേർഡ് നേഴ്സ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി എന്താണ്? ഹൗസ് കീപ്പിംഗ് സർവീസസ് അല്ലെ, നമ്മൾ പഠിച്ചു. നോൺ മെഡിക്കൽ ആസ്പെക്ട്സുകൾ, ഹൗസ് കീപ്പിംഗ്, ബില്ലിംഗ്, അതുപോലെ ഫുഡ് സർവീസസ് are the main determinant of overall satisfaction in hospitalized patients. അപ്പൊ എന്താണ്? ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഓവറോൾ ആയിട്ടുള്ള അല്ലെ, മെഡിക്കൽ ആയിക്കോട്ടെ നോൺ മെഡിക്കൽ ആയിക്കോട്ടെ എല്ലാ പരിചരണം അല്ലെ, അതാണ് എന്ന് പറയുന്നത് ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പോ മെഡിക്കൽ സ്റ്റാഫുകള് പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണത്തിന്റെയും സേവനത്തിന്റെയും ക്വാളിറ്റി തീരുമാനിക്കുന്നതിന് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. ക്ലിയർ ആയോ? ഇനി നോക്കാം. The patient satisfaction of the second point ആണ് ട്ടോ. The patient satisfaction is of the predominant importance in ensuring better quality of the way to total quality management. Since the patient, കണ്ടോ അവിടെ പേഷ്യന്റിനെ പറയുന്ന പേരാണ് എന്ത്? കസ്റ്റമർ എന്ന് പറയുന്നുണ്ട്. is one who decides the quality, who receive the good or services, who persuades the other to aspect it, who decide your market strategies, who provide correct feedback about the performance of the hospital, and to make success the programs of total quality management. ഇനി രണ്ടാമത്തെ പോയിന്റിൽ എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്? ഓഫ് ദ പ്രീഡോമിനന്റ്. പ്രീഡോമിനന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീഡോമിനന്റ് പ്രധാനമായിട്ടുള്ള ട്ടോ ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ് അല്ലെ. ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്ന ക്വാളിറ്റിയുള്ള സർവീസ് ആണോ എന്ന് തീരുമാനിക്കുന്നതിനുള്ള ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഇനി അവിടെ നോക്കി ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസിൽ അവർ തൃപ്തരാണോ, അതുപോലെ തന്നെ എന്താണ് who receive the goods or services അല്ലെ, സർവീസുകൾ എന്താണ് കൊടുക്കുന്ന സേവനങ്ങൾ, അതുപോലെ തന്നെ ഗുഡ്സ് എന്തായിരിക്കാം, പേഷ്യൻസിന് കൊടുക്കുന്ന ഗുഡ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കാം, എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്, വെരി ഗുഡ്, മെഡിസിനുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് അല്ലെ, മെഡിസിൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പെർസ്വേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, അവിടെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ നൽകുന്ന സർവീസ് ആയാലും ടെക്നോളജി ആയാലും കെയറിംഗ് ആയാലും അതിൽ സംതൃപ്തരാണെങ്കിൽ നമ്മൾ ആരോട് പോയി പറയുന്നുണ്ട്, നമ്മുടെ ഫ്രണ്ട്സിനോട്, റിലേറ്റീവ്സിനോട്, കസിൻസിനോട്, നൈബേഴ്സിനോട്, അങ്ങനെ പലരോടും നമ്മൾ പോയി പറയും. എന്താണ് നമ്മൾ അവിടെ ചെയ്യുന്നത്, മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയാണ് അല്ലെ ചെയ്യുന്നത്, നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് വരാൻ വേണ്ടിയിട്ട്.
അവിടെ കൊടുക്കുന്ന സർവീസുകൾ നല്ല രീതിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇനി എന്താണ് ഹു ഡിസൈൻസ് യുവർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. ഇനി എന്താണ് ആ ഹോസ്പിറ്റലിലോട്ട് വരാൻ വേണ്ടിയിട്ട് കുറെ കൂടുതൽ പേഷ്യൻസുകൾ വരാൻ വേണ്ടിയിട്ട് അവർ തന്ത്രങ്ങൾ മെനയുന്നുണ്ട് അല്ലെ. നമ്മൾ മാർക്കറ്റിംഗിൽ പഠിച്ചില്ലേ ഇല്ലേ? എന്താണ് റിസപ്ഷനൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിടാം, അതുപോലെ നല്ല രീതിയിലുള്ള കെയറിങ് കൊടുക്കാം, ബിഹേവിയർ കൊടുക്കാം. അങ്ങനെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും ഇവിടെ മെനയുന്നുണ്ട്, ഹോസ്പിറ്റലുകളില് മെനഞ്ഞെടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതൽ പേഷ്യൻസിനെ അവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലേ. മാർക്കറ്റിംഗ് തന്ത്രങ്ങള് അവിടെ ചെയ്യുന്നുണ്ട്. ഇനി എന്താണ്? ഹു പ്രൊവൈഡ് കറക്റ്റ് ഫീഡ്ബാക്ക് അവർ ദി പെർഫോമൻസ് ഓഫ് ദി ഹോസ്പിറ്റൽ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നുണ്ട് അല്ലെ ഹോസ്പിറ്റലുകളില് ഇല്ലേ. ഫീഡ്ബാക്ക് എങ്ങനെയാ കളക്ട് ചെയ്യുന്ന? ഫീഡ്ബാക്ക് എങ്ങനെയാണ് ഫീഡ്ബാക്ക് എടുക്കുന്നത്? ഫോളോ ചെയ്തിട്ടാ സർവേ നടത്തിയിട്ടല്ലേ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നു. ഇനി അതുപോലെ തന്നെ എന്താ? മേക്ക് സക്സസ് പ്രോഗ്രാം ഓഫ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. അപ്പൊ ഇതൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ അല്ലെ, പല രീതിയിലുള്ള പ്രോഗ്രാംസ് വഴി അവരുടെ ക്വാളിറ്റികള് എന്താണ് നല്ല രീതിയിൽ ക്വാളിറ്റി കൂട്ടാനാണ് അല്ലെ. അവരുടെ കൊടുക്കുന്ന സർവീസിലായാലും പല കെയറിങ്ങിലായാലും ടെക്നോളജീസിലായിട്ടുണ്ടെങ്കിലും എല്ലാ കാര്യത്തിലും ഓവറോളായിട്ട് ഹോസ്പിറ്റലുകളില് ക്വാളിറ്റിയുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. എന്തൊക്കെയാണ്? അവിടെ കൊടുക്കുന്ന സർവീസുകള്, ഗുഡ്സുകള്, അതുപോലെ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങള്, അതുപോലെ തന്നെ സ്ട്രാറ്റജീസ് അവർ മെനയുന്നുണ്ട്. ഫീഡ്ബാക്ക് വഴി അല്ലെ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്തിട്ട് എന്താണ് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ട ഏരിയാസ് ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യുകയും ഇംപ്രൂവ്മെന്റ് നടത്തുകയും ചെയ്യും. ഇതൊക്കെ എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന്റെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് അല്ലെ ഇത്തരം കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് നോക്കാം, തേർഡ് പോയിന്റ് കേട്ടോ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആർ എ സൈൻ ഓഫ് ഹൗ ദ പേഷ്യന്റ് ഹാസ് recognized the other qualitative aspect of art and of care and can be used as substitute measure of those aspects. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഒരു പരിചരണത്തിന്റെ മറ്റു വശങ്ങള് രോഗി എങ്ങനെ തിരിച്ചറിയുന്നു എന്നതിന്റെ തെളിവാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. മറ്റു വശങ്ങളായിട്ട് ഇവിടെ പറയുന്നത് എന്തൊക്കെയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ആസ്പെക്റ്റുകൾ, ചികിത്സാപരമായിട്ടുള്ളതും അതുപോലെ തന്നെ നോൺ മെഡിക്കൽ ആയിട്ടുള്ളതും അല്ലെ. അതുപോലെ തന്നെ അവിടെ പറയുന്നുണ്ട് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്. അവിടെ രോഗികൾക്ക് കിട്ടുന്ന പരിചരണം എഫിഷ്യന്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് കൊടുക്കുക, അതുപോലെ അവർക്ക് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാം, അതുപോലെ തന്നെ ടൈമിലി അവർക്ക് എന്ത് കിട്ടണം? എക്സാക്ട് ടൈമിലി എന്ത് കൊടുക്കണം? നമ്മള് ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ എന്താണ് ചികിത്സകൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റിൽ വരുന്നത്. ഓക്കെ, അപ്പൊ പരിചരണത്തിന്റെ രോഗികൾക്ക് കൊടുക്കുന്ന പരിചരണത്തിന്റെ മറ്റു വശങ്ങളും എന്തില് ഇൻക്ലൂഡഡ് ആണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനില് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, തേർഡ് പോയിന്റ് ഓക്കെ ആണോ? തേർഡും സെക്കൻഡും ഓക്കെ ആണോ? ഇനി ഫോർത്ത് നോക്കാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ requirements for attaining the goal of healthcare since it influences the patient decisions to follow prescribed treatment and seek professional health care in an future. Patients can evaluate the quality of care they get as they pay attention on the components of care, the science of medicine, the art of care and the amenities of care. Okay, so patient satisfaction എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ എന്താണ് ഈ ആരോഗ്യ സംരക്ഷണത്തിന്റെ ലക്ഷ്യങ്ങൾ നമുക്കറിയാം. ഹോസ്പിറ്റലിൽ എന്തുണ്ട്? ഒരു ഗോൾ ഉണ്ട് അല്ലെ. ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന് എന്തുണ്ടാവും? ഒരു മെയിൻ ആയിട്ടുള്ള എയിം ഉണ്ടാവും. ആ ലക്ഷ്യങ്ങള് ആ ഗോള് കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് രോഗിയുടെ സംതൃപ്തി ആവശ്യമാണ് ഇല്ലേ. എന്താണ് ആ ഗോള്?
എന്താണ് മെയിൻ ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത്? പ്രോഫിറ്റ് ആണ് അല്ലെ. പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് ആര് അവിടെ വരണം? പേഷ്യൻസ് ആവശ്യമാണ്. കൂടുതൽ പേഷ്യൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഹോസ്പിറ്റലിന് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പോ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് തന്ത്രങ്ങൾ മെനയണം? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ കൊടുക്കണം, ഹോസ്പിറ്റലുകളിൽ കൊടുക്കണം. ഓക്കെ, അതാണ് നാലാമത്തെ പോയിന്റിൽ പറയുന്നത്. ഓരോ ഹോസ്പിറ്റലിനും ഓരോ ഗോൾസ് ഉണ്ട്. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു ഉപാധിയാണ് അല്ലെങ്കിൽ ഒരു നിർണായക ഘടകമാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെ എന്താണ് ഈ ആരോഗ്യ സംരക്ഷണ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള രോഗിയുടെ ആവശ്യകതകൾ നമ്മൾ വിലയിരുത്തുന്നുണ്ട്. ഏതൊക്കെയാണ്? സയൻസ് ഓഫ് മെഡിസിൻ, പല കമ്പോണൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? സയൻസ് ഓഫ് മെഡിസിൻ, ആർട്ട് ഓഫ് കെയർ, അതുപോലെ എംബിറ്റീസ്, അവിടെ കൊടുക്കുന്ന സർവീസുകൾ, ഫെസിലിറ്റീസുകൾ അല്ലെ. ഓരോ രോഗികൾക്കും വരുമ്പോ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം, നല്ല രീതിയിലുള്ള മെഡിസിൻസ്, അതുപോലെ കെയർ അല്ലെ, പരിചരണം നല്ല രീതിയിൽ കൊടുക്കണം. എന്നാൽ മാത്രമാണ് രോഗികൾക്ക് സംതൃപ്തി കിട്ടുകയുള്ളൂ. എന്നാൽ മാത്രമേ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസ് കടന്നു വരുള്ളൂ അല്ലെ. ഓക്കെ, അപ്പൊ ഓരോ ഓർഗനൈസേഷനും ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് എന്ത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ കൺസെപ്റ്റ്? ഇനി നെക്സ്റ്റ് ഫിഫ്ത് വൺ നോക്കാം. Fifth one, hospital satisfaction questionnaire asked responded general questions in connection with the reception or administration, hospital cleanliness, signage. എന്താണ് signage? Signage എന്താ? സൈൻ ബോർഡുകൾ കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. അതുപോലെ തന്നെ എന്താണ്? ഹോസ്പിറ്റൽ ഫുഡ്സ് എക്സെട്ര. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ is important from the view of improvement of quality of services and to achieve the maximum satisfaction of inpatients. Okay, so hospital satisfaction, patient satisfaction എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ക്വസ്റ്റ്യനെയേഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെ സർവേ നടത്തി അവരിൽ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? റിസപ്ഷൻ തൊട്ട് ഫുഡ് വരെയുള്ള എന്താണ് അടി തൊട്ട് മുട്ടി വരെയുള്ള കാര്യങ്ങൾ അല്ലെ നമ്മൾ പറയാറുണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അല്ലെ. എന്താണ്? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കവർ ചെയ്തുകൊണ്ട് വേണം ക്വസ്റ്റ്യനെയേഴ്സ് തയ്യാറാക്കാനായിട്ട്. അപ്പൊ നമുക്കറിയാൻ പറ്റും ഏതൊക്കെ മേഖലയില് എവിടേക്കാണ് ഇംപ്രൂവ്മെന്റ് വേണ്ടത്, ഏതൊക്കെ മേഖലകളിലാണ് അവർ സംതൃപ്തരല്ലാത്തത് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈ ഫീഡ്ബാക്കിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോ ക്വസ്റ്റ്യനെയേഴ്സ് തയ്യാറാക്കുമ്പോ എന്താണ്? ഓവറോൾ ആയിട്ടുള്ള മേഖലകളിൽ നിന്ന്, ഓവറോൾ ആയിട്ടുള്ള വശങ്ങളിൽ നിന്ന് വേണം ക്വസ്റ്റ്യനെയേഴ്സ് തയ്യാറാക്കാനായിട്ട്. റിസപ്ഷൻ തൊട്ട് ഫുഡ് വരെയുള്ള എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓവറോൾ ആയിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് വേണം തയ്യാറാക്കാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണോ? അതുപോലെ തന്നെ എന്താണ്? ഇൻപേഷ്യൻസിന് അല്ലെ, അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിന് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്കാണ് കൂടുതലായിട്ട് എന്താണ് അവിടെ കൊടുക്കുന്ന സർവീസുകളെ കുറിച്ചിട്ട് അറിയാൻ പറ്റുന്നത് അല്ലെ. അവിടെ അഡ്മിറ്റ് ആവുമ്പോ അവരെ നല്ല രീതിയിലാണ് കെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഔട്ട് പേഷ്യൻസിനും വരുന്നുണ്ട്, എന്നിരുന്നാൽ കൂടിയും ഇവർക്ക് കൂടുതലായിട്ട് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരെത്രമാത്രം പേഷ്യൻസ് ആയാലും എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതും ഈ സർവേ ഉപയോഗിച്ചുകൊണ്ട് സർവേയുടെ ഫീഡ്ബാക്ക് വഴി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് 5 പോയിന്റ് വെറുതെ കൺസെപ്റ്റ് ആണ്. ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ അത് കൺസെപ്റ്റ് എന്താണെന്നുള്ളത്. ഇനി ജസ്റ്റ് ഒരു കാര്യം കൂടി നോക്കിയിട്ട് പോവാം, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ബേസിക്കലി പേഷ്യന്റ് സെൻട്രിക്. നമുക്കറിയാം അല്ലെ, ഹോസ്പിറ്റൽസ് എന്താണ്? രോഗി കേന്ദ്രീകൃതമാണ് അല്ലെ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ദ സ്ട്രോങ്സ്റ്റ് ഡിറ്റർമൈൻഡ് of hospital functioning. അപ്പൊ എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ദ സ്ട്രോങ്സ്റ്റ് ഡിറ്റർമിനന്റ് ഓഫ് ഹോസ്പിറ്റൽ ഫങ്ഷനിങ്. എന്താണ്? ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് അല്ലെ ഹോസ്പിറ്റലിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരു മുഖ്യമായിട്ടുള്ള ഘടകമാണ് എന്തെന്ന് പറയുന്നത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്.
ultimate goal of the hospital is the contentment of its customer. എന്താണ് ultimate goal എന്ന് പറയുന്നത്? ഹോസ്പിറ്റലിന്റെ ultimate goal എന്തായിരിക്കും? Contentment of its customer. എന്തായിരിക്കാം contentment? നമ്മള് മാർക്കറ്റിംഗിൽ പഠിച്ചതാണ്. ആ വാക്കിന്റെ മീനിങ് എന്താ? കെയർ ആണോ? contentment അതുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. എന്താണ് നമ്മൾ എന്താ പഠിക്കുന്നത് ഇപ്പോ? സാറ്റിസ്ഫാക്ഷൻ കേട്ടോ. കണ്ടന്റ്മെന്റ് എന്ന് പറഞ്ഞാല് സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ ഒരു ഹോസ്പിറ്റലിലെ മുഖ്യമായിട്ടുള്ള ഘടകം അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന്റെ, അവിടെ വരുന്ന പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ്. Not only to satisfy and care for patients and families, but also positive outcome for the staffs, the community and the health organizations. ഇനി എന്താണ്? പേഷ്യൻസിനും ഫാമിലിക്കും നമ്മള് അവരുടെ ആവശ്യങ്ങൾ മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ പോരാ. ബാക്കി ആരൊക്കെയുണ്ട് ഹോസ്പിറ്റലില്? സ്റ്റാഫുകൾ ഉണ്ട് അല്ലെ, വിസിറ്റേഴ്സ് വരാം, കമ്മ്യൂണിറ്റി, അങ്ങനെ പല ആളുകളുടെയും എന്ത് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം, അവരെയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അവിടെ വരുന്ന പേഷ്യൻസിനെയും അവരുടെ ഫാമിലിയെയും മാത്രം കൺസിഡർ ചെയ്താൽ പോരാ, പിന്നെ ഇതിനും കൂടി നമ്മള് ഈ സ്റ്റാഫിന്റെയും കമ്മ്യൂണിറ്റിയുടെയും ഹെൽത്ത് ഓർഗനൈസേഷന്റെയും എല്ലാ കാര്യങ്ങളും, വിസിറ്റേഴ്സ് വരാം അല്ലെ, പല ആളുകളും ഹോസ്പിറ്റലിൽ വരാം, അവരുടെയൊക്കെ എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുക എന്നതാണ് പേഷ്യൻസ്. എല്ലാ കാര്യങ്ങളും നോക്കണം ഹോസ്പിറ്റൽസ്. ഓക്കെ, ഇനി എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ റിലീസ് ഓൺ പർപ്പസ്, മോട്ടിവേഷൻ, ഡെഡിക്കേഷൻ ആൻഡ് ഡ്യൂട്ടി ടുവേർഡ്സ് ദ പേഷ്യൻസ്. എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ? തൊഴിലാളികളുടെ പ്രചോദനം, അവർക്ക് കൊടുക്കുന്ന മോട്ടിവേഷൻ അല്ലെ, വർക്കേഴ്സിന്റെ മോട്ടിവേഷൻ. അതുപോലെ തന്നെ ഡെഡിക്കേഷൻ, അർപ്പണ ബോധമുള്ളവരായിട്ട് അല്ലെ, അർപ്പണബോധം, സമർപ്പണം എന്നൊക്കെ പറയാം ഡെഡിക്കേഷൻസ്. ഡ്യൂട്ടി ടുവേർഡ്സ് ദ പേഷ്യൻസ്, രോഗികളുടെ കടമ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നുണ്ട് എന്ത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വർക്കേഴ്സ്, നമ്മുടെ ജോലി ചെയ്യുന്നവരുടെ ഒരു എന്താണ് കോൺട്രിബ്യൂഷൻ ആവശ്യമാണ് അല്ലെ. അവർക്ക് മോട്ടിവേഷൻ കൊടുക്കണം, അവരെ നല്ല രീതിയിൽ സ്റ്റാഫുകൾ അല്ലെങ്കിൽ നഴ്സുമാരെന്ന് പറയുന്നത് എന്താണ്? അവരുടെ എന്താണ് അർപ്പണബോധം അല്ലെ, ഡെഡിക്കേഷൻ ആണ് അല്ലെ. നേഴ്സ് ആൻഡ് ഡോക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗികളെ കെയർ ചെയ്യുന്നത് എങ്ങനെയാണ്? അവരുടെ ഡെഡിക്കേഷൻ ആണ് അല്ലെ. അവര് ചിലപ്പോ അവരെ തന്നെ മറന്നുകൊണ്ട് ചില രോഗികളെയൊക്കെ കെയർ ചെയ്യാറുണ്ട് അല്ലെ. അങ്ങനെയുള്ള നഴ്സുമാരും ഡോക്ടേഴ്സുമാരും ഉണ്ട്. ചിലവരങ്ങനെയല്ല, ചിലവര് അങ്ങനെയാണ് അല്ലെ, സെപ്പറേറ്റ് ആണ്. അപ്പൊ ചിലവരെ നല്ല രീതിയിൽ അവരുടെ കടമ ചെയ്യുന്നവരുണ്ട് അല്ലെ. അപ്പൊ നല്ല രീതിയിൽ എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്? എന്താണ്? രോഗികളുടെ സ്റ്റാഫിന്റെ മോട്ടിവേഷൻ, വർക്കേഴ്സിന്റെ മോട്ടിവേഷൻ, അതുപോലെ തന്നെ അർപ്പണബോധം, ഡെഡിക്കേഷൻ, ഇതൊക്കെ അതുപോലെ തന്നെ രോഗികളുടെ കടമ, ഇവയൊക്കെയാണ് ഈ സാറ്റിസ്ഫാക്ഷനിൽ ആശ്രയിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ പോയിന്റ്സുകൾ. വായിച്ചു നോക്കി, ഇത്രയും വരെ എടുക്കുന്നുള്ളൂ. ഇത്രയും വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്? ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. താങ്ക് യു.